പശുവിനെ കഴിക്കാൻ പോകണം. വൈകുന്നേരം സമയമായി, ഒരു 3:30 സമയമായി. പിന്നെ നമുക്ക് 4 മണിക്കൊക്കെ പോകണം പാലും കൊണ്ട്. അപ്പം നമുക്ക് പശുവിനെ കഴിക്കാൻ പോവാം. പശുവിനെ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇറങ്ങിയേക്കാണ്. വരണില്ലേ? പാറു വന്നില്ലേ? ഞാൻ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഓടുന്ന വണ്ടിയാണല്ലേ ഇത്. പോട്ടെ. അതേ നമ്മുടെ ഉമ്മർത്ത് നിൽക്കണ പീനട്ട് ബട്ടറാണ് കേട്ടത്. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട്. ബേറാപ്പിളൊക്കെ വെട്ടിക്കളഞ്ഞു. പീനട്ട് ബേറാപ്പിള് ഇതേ വെട്ടിക്കളഞ്ഞിട്ട് ഇതേ മുളച്ച് വന്നതാട്ടോ ഈ പേരൊക്കെ ഉണ്ട്. മുരിങ്ങ ഫ്രൂട്ട്സിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. ഇത് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട്സിൽ കൂട്ടാൻ പറ്റുമോ? എന്താണ്? എന്തൊരു നല്ല ചിരി. നോക്കട്ടെ ആ ചിരി ഒന്നും കൂടി ചിരിച്ചേ. ചെറുപ്പത്തിലുള്ള ചിരി. നമ്മുടെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമല്ലേ. എന്തിനാ അമ്പഴങ്ങ വെറുതെ? എന്തിനാടാ അമ്പഴങ്ങ വെറുതെ പറിച്ചു കളയണേ? നീ കഴിക്കുവോ? എവിടെ പുഴു? എവിടെ പുഴു? വട പുഴുള്ള അമ്പഴങ്ങ നീ തിന്നടാ. വെറുതെ ആ അമ്പഴങ്ങ അവിടെ നിൽക്കണ കണ്ടിട്ട് അത് പറിച്ചു കളഞ്ഞു കേട്ടോ. നല്ല അമ്പഴങ്ങ കേട്ടാ, നല്ല മധുരമുള്ള അമ്പഴങ്ങയാണ് ഇത്. മധുരം ഉണ്ടാവില്ല അമ്പഴങ്ങ. ഞാൻ മരത്തിന്നൊന്നല്ല ചേട്ടാ പറഞ്ഞേ, ഞാൻ നല്ല മധുരമുള്ള അമ്പഴങ്ങ എന്ന് പറഞ്ഞേ. ഇത് നല്ല അച്ചാറൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ്. നമ്മള് നമ്മുടെ പുറത്താണ് കേട്ടോ ഇത് വെച്ചിരിക്കണത്. അതെ യശോദയൊക്കെ എല്ലാവരും വന്നാണ്ടപ്പോൾ യശോദ എല്ലാവരും പോകാനായിട്ട് നിൽക്കണ്ട. ഇന്ന് എല്ലാവരും ഫ്രണ്ടിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കെട്ടിയിട്ടിരുന്നത്. ശങ്കരി, ഇന്ന് എല്ലാവരും കറക്കണോ അല്ലേ? ഇവരൊക്കെ മുന്നിൽ ഇവള് ചെറിയതായി പോയല്ലേ. സുഭദ്രയും ഭദ്രയും കൂടി നിൽക്കുമ്പോൾ ഭദ്ര ഭയങ്കര വലുത്. എന്താണ് കുത്താൻ വന്നാ? പേടിപ്പിക്കാൻ വന്നാ? എന്ത് പറ്റി? ഭദ്രയെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ. ഭദ്രമ്മ പോണോ? വെള്ളം കുടിക്കാൻ പോണാനായിരിക്കട്ടെ മോനെ. വീടവള കഴിക്കണുണ്ടല്ലോ. പുല്ല് കഴിക്കുക. പറിച്ച് തിന്നണതൊക്കെ നല്ല ശബ്ദം ഉണ്ടാത്. ഭദ്രേ നിന്നലെയോ അതിന്റെ നടു ഒഴിച്ചു കളയാനാ? എന്തിനാടിയാ അതിനെ കൊണ്ട് എടുപ്പിക്കുന്നേ? ഭദ്രേ, ഭദ്രമ്മ, ഭദ്രമ്മ, ശങ്കരി എന്താണ്? പോണോ? പോവാട്ടാ. എന്തിനാ അവളഴിക്കണേ? എവിടെ അകിട് വീർത്തു തുടങ്ങിയല്ലേ? പോവാൻ തിരക്ക് കുടിക്കാന്ന് തോന്നുന്നു. വെള്ളം കുടിക്കാനായിരിക്കും ഇനി. കുച്ചിക്കാടാണ്. അവിടെ കുച്ചിക്കാടാണ്. അങ്ങോട്ടേക്ക് പോയാ കുച്ചിക്കാടല്ലോ. പിന്നെ പോവാണാ സുഭദ്രേ? അവിടെ കഴിക്കാനായിട്ട് തിരക്ക് സുഭദ്രേ. സുബ്ബു, സുബ്ബു. ഇവളുടെ പേര് സുഭദ്ര എന്നാണ്, പക്ഷെ ഞങ്ങൾ സുബ്ബു എന്ന് വിളിക്കും കേട്ടോ. സുബ്ബു. എടാ ഒരുപാട് ചുരുക്കി കേട്ടോ മോനെ. പൂവിന്റെ പേരറിയോ? ഏത് പൂ? മഞ്ഞപ്പൂ അല്ലേ? പുല്ലിന്റെ ഇടയിൽ കൂടി നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ട നടക്കട്ടോ.
ആ ഈ പൂ കുറേ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇനി ഓണം വരുമ്പോൾ നല്ലതായിട്ട് പറിച്ചെടുക്കാം. ആ സുന്ദരിയായിട്ടുണ്ട്. അതെ, താനെന്തിനാ ഈ സ്ലൈഡൊക്കെ എടുത്ത് കുത്തിയണേ? അപ്പുറത്തെ ചെവിയിലും കൂടി വെച്ചോളൂ. എനിക്ക് വേണ്ട, മോൻ വെച്ചോ. നോക്കട്ടെ, അപ്പുറത്തെ ചെവിയിൽ വെച്ചേ. കമ്മലിട്ട പോലെ ഉണ്ട്. സുബുന് മാറ്റി കെട്ടിയപ്പോൾ സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കെട്ടിയ വലിയ ഇഷ്ടമാണ്. പിന്നെ മാറ്റി മാറ്റി കെട്ടുമ്പോൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. ആ അവിടെ തുമ്പി ഇതുണ്ടോ? കാട്ടി കൂടി സൈക്കിൾ ഓടിച്ചോണ്ട് തന്നെ ബിരുദൻ. മോനെ ബിരുദപ്പാ, ചേട്ടൻ എവിടെ പോണ സൈക്കിൾ ഓടി? ഇത് 4x4 സൈക്കിളാണോടാ? ആ പൂവില് അങ്ങനത്തെ തുമ്പിയോ? തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം, ആകാശ പൊന്നാനി മിഴികളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാനി മിഴികളിലായത്തിൽ തൊട്ടേ വരാം. എന്താ മോനെ അവിടെ കെട്ടിയിട്ട്? എന്നാ ഈ വട്ടയമ്മ തന്നെ കെട്ടിയിട്ട്. ആ അതവിടെ ചുരുണ്ട് കേടി കിടക്കല്ലായിരുന്നോ? വട്ടം ചുറ്റി കിടന്നിട്ട് അവർക്ക് കഴിക്കാൻ പറ്റായിരുന്നു. ഇപ്പൊ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് പോവാനുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ അക്ഷമരായിട്ട് നോക്കിയിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് വേണം പിള്ളേർക്ക് പാല് കറക്കണം. അവർ നമ്മളെക്കായും കറക്റ്റ് സമയം കീപ്പ് ചെയ്യണവരാണ് കേട്ടോ. അവർക്ക് പാല് കറക്കണ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ നോക്കി നിൽക്കും. പിന്നെ ചെല്ലുമ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ നിൽക്കും. ഓ എന്താണ് ശങ്കരി 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 എന്താണ് നോക്കണേ? പുല്ല് കഴിക്കൽ കഴിഞ്ഞോ? മാറ്റി കെട്ടി കഴിഞ്ഞാൽ കഴിക്കുവോ? വീട്ടിൽ പോണോ? നന്നായിരിക്കുന്നു. ആ ഈ പാവക്കുട്ടിയുടെ പോലെ ഉണ്ട് അമ്മയുടെ മോനെ കാണാൻ. ഇവിടെ ഫുള്ള് കപ്പയായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ ആ കപ്പക്കാരൻ എന്തുന്നാ അതെന്നാ പണിയാ? എന്തിനാ ചുറ്റിക? നമുക്ക് ഒരു ദിവസം ഈ നമ്മൾക്ക് ആ പറമ്പിൽ പോയി എന്തെങ്കിലും ഉണ്ടായി കഴിക്കാട്ടാ, അല്ലെ? അടപ്പിലൊക്കെ കത്തിച്ച്. ആ വേണമെങ്കിൽ കപ്പലിൻ്റെ വറുത്ത് കഴിച്ചാലാ? നല്ല ശരിയില്ലേ? നമുക്ക് അടുത്ത ദിവസം കപ്പലിൻ്റെ വറുത്ത് പുറത്ത് പറമ്പിൽ പോയിരുന്ന് കഴിക്കാട്ടാ കണ്ണമ്മനെ. ഷൂ എന്തൊരു കോമ്പിനേഷനല്ലേ കുട്ടിക്ക്. നമ്മളങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. നിസഗസ 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 സഗമഗ 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 സാ സനിപ നിപമ സനിപ നിപമ സനിഗസ മഗമ നിപ സനിഗ നിസ പനി സനിസഗ സഗമഗ മപമ പനി പനി സനിസഗ സാ അകരാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ സൗവർണ കിരണങ്ങൾ വിതറുന്ന ഫ്രൂട്ട്സൊന്നും കഴിക്കാത്ത ആളുകളായിരുന്നു ഇപ്പൊ കഴിച്ചു തുടങ്ങി. ഛർദിച്ച് കഴിക്കുന്ന ആളല്ലേ കഷ്ടപ്പെട്ട്. സുരവിലമാകും പനിനീർ മഴയിൽ കുളിരുമ്പോൾ
അരി കിട്ടിയാ അതല്ലേ കണ്ണമ്മോന്റെ സ്വഭാവം കുഞ്ചപ്പന് ശരിക്കും അറിയാം. നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ട് വ്യത്യാസം വരൂ, എല്ലാരും ക്യൂ ആയിട്ട് വരൂ. അവിടെ പോവാ രണ്ടുപേരും കൂടി. വീട്ടില് പാലില്ലല്ലോ ഉച്ചിന്റെ. എവിടെ കണ്ണമ്മന്റെ പണിയായിരിക്കും. പശ ആരോടാ കുത്തിയത്? എന്റെ പശ ആ ബുക്ക് കുതിയുമ്പോ ഈ പശ കൊണ്ടൊന്ന് തോണ്ടി പറ്റിയാതി. പോകൂ പോകൂ, ഞാൻ പോകൂ. വെട്ടുവോ? എന്നാടാ പറയണേ? തീറ്റ വെച്ചാണ് സ്ഥലത്ത് നിന്ന് പരിശോധിക്കണാണേ. അവര് തന്നെ ചാക്കിന്നൊക്കെ എടുത്ത് കഴിക്കാൻ പോവാ. ഏയ് പോയേ പോയേ, അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. കഴിക്കാതെ ആ കൊണ്ടു വലിച്ചു കൊണ്ടു. ഹലോ പോ പോ. എന്തിനാത്? ഏത് തീറ്റ? അത് തീർക്കണ്ടേ മോനെ? നീ കഴിക്കണ്ട, പശു കഴിച്ചോളൂ. ഒരു ചാക്കല്ലേ ഉള്ളൂ. എന്ത് വൃത്തിയാന്നറിയോ അല്ലേ? അയ്യേ കിറിയിലൊക്കെ ഇരിക്കണ്, ഇവിടൊക്കെ ഇരിക്കണ്, ഇവിടൊക്കെ ഇരിക്കണ് ഭദ്രടാ. അയ്യോ ഇവിടെ 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 ഇവിടെ. അയ്യേ കിറിയിലൊക്കെ ഇരിക്കണ് മൂക്കുമ്മ. അയ്യേ കിറിയിലിരിക്കണേ. ദേ ഇവിടെ മൂക്കുമ്മ ഇരിക്കണ്. കിറിയില് 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 ഇവിടെ ഇവിടെ ഇരിക്കണ്. ഇവിടേക്ക് ഇരിക്കണ്, മൂക്കിലൊക്കെ ഇരിക്കണ്. പല്ലേക്കാണാ ഇതിവിടെ ഇരിക്കണ, മൂക്കിന്റെ ഇവിടെ, മൂക്കിന്റെ ഇവിടെ. എടി മൂക്കിന്റെ അവിടെ ഇരിക്കണ്ടേ, മൂക്കിന്റെ അവിടെ ഇരിക്കണം, മൂക്കിന്റെ അവിടെ, മൂക്കിന്റെ അവിടെ ഇരിക്കണം, മൂക്കിന്റെ അവിടെ, മൂക്കിന്റെ അവിടെ ഇരിക്കണം. ഇവിടെ എടി കിറിയിലിരിക്കണെന്ന്. കിറിയിലിരിക്കണം, കിറിയിലിരിക്കണം, കിറിയില്. ആ കിറിയിലിരിക്കണം ഭദ്രേ, അവിടെ അല്ല.
എടിക്ക് റീലിരിക്കണെന്ന്. അയ്യേ ഇവിടെ ഇരിക്കണ്. എടി ഇവിടെ ഇരിക്കണ്ടത്. ഇവിടെ ഉണ്ടാ ഇവിടെ ഇരിക്കണ്. ഇവിടെ ഇരിക്കണ്. നക്കിക്കളാ അങ്ങനെ അങ്ങനെ നക്ക്. എടി ഇത് ഇവിടെ ഇരിക്കണെന്ന്. ആ വലിയ നാക്കുണ്ടല്ലോ പുറത്തേക്കിട്. എടി പുറത്തേക്ക് മര്യാദക്ക് വൃത്തിയാക്ക് മുഖമൊക്കെ. കക്കറച്ചിണ്ട്. ആ ചവക്കണ. എടി എടി ആയി കള്ളഭദ്രേ. ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ അങ്ങോട്ട് ഓടിക്കോ. അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു കരിമീൻ പൊള്ളിച്ചതാട്ടോ ഞാൻ റെഡിയാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ തക്കാളി, സവാളയും പച്ചമുളകും കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടിയിട്ട് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൊട്ടിട്ട് ചെറിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇലയില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അത് സൂപ്പറായിരുന്നു. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. കരിമീൻ വറക്കാൻ പെട്ടെന്ന് വെച്ചതാണ്. ഫ്രൈ പാനിലോട്ട് ഇട്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നതിന് ഈ തക്കാളി, സവാള എല്ലാം കൂടി അരിഞ്ഞ് വെച്ചതെല്ലാം കൂടി ഇട്ട് പൊടികൾ കൂടിയിട്ട് ആ ഗ്രേവി വാടി വന്നപ്പോൾ ഈ എല്ലാം കൂടി എടുത്ത് നമ്മുടെ മീനിൻ്റെ വശങ്ങളിലൊക്കെ പൊത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വരുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും വരണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.